ആസിഡുകളെയും ബേസുകളെയും കുറിച്ച് പഠിച്ചല്ലോ. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇവ ഉപയോഗിക്കുന്നത്? അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വിനാഗിരിയിൽ അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ബെൻസോയിക് ആസിഡും സിട്രിക് ആസിഡും അച്ചാർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ദീർഘകാലം അച്ചാറുകൾ കേടുവരാതിരിക്കാൻ ഇവ സഹായിക്കുന്നു. സോഡയിലും സോഫ്റ്റ് ഡ്രിങ്കുകളിലും കാർബോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. തുകൽ, മഷി എന്നിവ നിർമ്മിക്കാൻ ടാനിക് ആസിഡ് ഉപയോഗിക്കുന്നു. മോട്ടോർ വാഹനങ്ങളുടെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കുന്നു. സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് എന്നിവ രാസവള നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. ഇനി ബേസുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോപ്പ് നിർമ്മാണത്തിനായി സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ ഉപയോഗിക്കുന്നു. ടാൽക്കം പൗഡർ നിർമ്മിക്കാൻ മഗ്നീഷ്യം സിലിക്കേറ്റ് ഉപയോഗിക്കുന്നു. പെയിന്റ് നിർമ്മാണത്തിന് കാൽസ്യം കാർബണേറ്റും സിങ്ക് ഓക്സൈഡും ഉപയോഗിക്കുന്നു. സിമന്റ് നിർമ്മാണത്തിന് കാൽസ്യം കാർബണേറ്റ് ഉപയോഗിക്കുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റുമുള്ള ഏതൊക്കെ വസ്തുക്കൾ ഉണ്ടാക്കാൻ ആസിഡുകളും ബേസുകളും ഉപയോഗിക്കുന്നുണ്ടെന്ന് കണ്ടെത്തൂ.